പാസ്റ്റർ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം 2 കാലും നല്ലപോലെ ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഇതുവരെ ആ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. മറ്റേ സാധാരണ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ നടക്കുന്നത്. ദൈവം 3 സെന്റിമീറ്റർ കാലിന് നീളം വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഈ ചെരുപ്പ് ഇടാൻ വേണ്ടി കിട്ടിയത്. ആ സമയത്ത് ഈ PT പീരീഡിനൊന്നും എനിക്ക് ഓടിക്കളിക്കാനൊന്നും പറ്റില്ല. ഞാൻ ജോയി അങ്കിളിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് ദൈവം തണുപ്പ് കൊണ്ട് ഞാനിങ്ങനെ മറിഞ്ഞ് ബാക്കിലോട്ട് പോവുകയും അങ്ങനെ എനിക്ക് അവിടെ തറയിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ദൈവം നിങ്ങൾക്ക് ആവശ്യം വന്നത് നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ദൈവം നിങ്ങൾക്ക് മാറ്റിത്തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കർത്താവിൽ പ്രിയരെ, 2000-2001 വർഷങ്ങളിലൊക്കെയും ഞാൻ വളരെ രോഗത്തിൻ്റെ ഭാരത്താൽ ആയിരുന്നു. എൻ്റെ വായ്ക്കകത്ത് ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിട്ട് അത് മോണരോഗമെന്ന് കരുതി പല ചികിത്സകൾ ചെയ്ത് 1 വർഷത്തോളം ചികിത്സിച്ച് അതിങ്ങനെ പഴുത്ത് വളരെ ഭാരത്തിൻ്റെ നടുവിലായി. അത് പിന്നത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസർ രോഗമെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഭാരത്തിൻ്റെ നടുവിൽ ഞാൻ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ബ്രദർ പി ജി വർഗീസ് അവരുടെ കൂട്ടായ്മയിൽ പോവുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയമായിരുന്നു. യോഗത്തിൻ്റെ 28ാമത് ഉറിയാക്കോട് ഡിസ്ട്രിക്റ്റ് ഐക്യ കൺവെൻഷൻ സമയത്ത് ഞാൻ 3 ദിവസം വളരെ പ്രാർത്ഥനയോടുകൂടെ ആരാധനയിൽ കടന്നുപോയി. 3ാം ദിവസം രാത്രിയിൽ പ്രാർത്ഥന വേളയിൽ ബ്രദർ ഇപ്രകാരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു രോഗി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വായുടാകം വലതുവശം, ഇപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് എന്ന്. ഞാൻ ആ സമയം തന്നെ എഴുന്നേറ്റ് കരം ഉയർത്തി പ്രാർത്ഥിക്കുകയും ആ അങ്കണത്തിലുണ്ടായിരുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞതായ സമയം എൻ്റെതായ വായിക്കകത്തുള്ളതായ ആ പ്രയാസം എനിക്ക് വ്യത്യാസമുണ്ടതായ എൻ്റെ ശരീരത്തെ ഞാൻ അനുഭവിച്ചറിയുകയും ചെയ്തു. ആ സമയം തന്നെ ഞാൻ വേഗത്തിൽ മുന്നോട്ട് ഓടി ചെന്ന് സാക്ഷ്യം പറയുകയുണ്ടായി. മാത്രമല്ല ആ സമയം തന്നെ ഞാൻ വളരെ വിശ്വസിച്ച് ചർച്ചാങ്കണത്തിലും പരിസരത്തു നിന്ന് എല്ലാവരോടും കർത്താവിനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. നേരത്തെ എന്നെ രോഗിയായി കണ്ടവർക്ക് എല്ലാവർക്കും വളരെ അത്ഭുതവും വിടുതലുമായിരുന്നു. ഞാനിപ്പോൾ അതിനുശേഷം വളരെ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതയായിരിക്കുന്നു. ആയുസിൻ്റെ എല്ലാ നാളും കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന അരകിൽ നിരാശയുടെ വക്കിലോ മാറാരോഗത്തിൻ്റെ നടുവിലായിരിക്കുന്നെങ്കിൽ സർവശക്തനായ യേശു നിങ്ങൾക്ക് സൗഖ്യം തരാൻ ബാധ്യസ്ഥനാണ്. അവൻ്റെ കരങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുക. എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഏവർക്കും യേശു സൗഖ്യം നൽകുന്നു എന്നുള്ളത് നാം അറിയുന്ന ഒരു സത്യമാണ്. യേശു പാപികളെ സ്നേഹിക്കുകയും പാപികളെ രക്ഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ തന്നെ വെറുക്കുന്നവരെ പോലും തന്നിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നവരെ പോലും കർത്താവ് കൈവിടുന്നില്ല എന്നുള്ളതാണ് ടോണി എന്ന കഥാപാത്രത്തിലൂടെ നാം കണ്ടത്. ടോണി ദൈവത്തെ വെറുത്ത ഒരു വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ നോക്കി നെടുവേർപ്പെട്ട് തൻ്റെ ജീവിതത്തെ പല പ്രാവശ്യം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ടോണിയെയും ദൈവം സ്നേഹിച്ചു. രോഗം വരുന്നത് ശാപം മൂലമാണെന്നും രോഗങ്ങൾ മാറാത്തവരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്നും കരുതുന്ന ഒരു തലമുറ ഇന്നുമുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ, പോളിയോ ബാധിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ജീവിതത്തിൽ ഒരിക്കലും കഴിയാത്ത സിസ്റ്റർ സരസ്വതി തോമസിനെ പോലെയുള്ള വ്യക്തികളുടെ ജീവിതങ്ങൾ, ഇങ്ങനെയുള്ള ജീവിതങ്ങൾ കാണുമ്പോൾ ഇതെന്തോ മുൻജന്മ ശാപമാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സരസ്വതിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില രോഗങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. രോഗം ബാധിച്ച് രോഗം പൂർണ്ണമായിട്ട് ഭേദമായി ഇല്ല എങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തിലൂടെ അനേകം വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അവരിലൂടെ അനേകർക്ക് ആശ്വാസം പകരുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളത് സിസ്റ്റർ സരസ്വതി തോമസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അവർ ജീവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ദൈവത്തിൻ്റെ കൃപയാൽ. അതുകൊണ്ട് തങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കാത്തവർ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ധൈര്യമായിട്ട് രോഗസൗഖ്യത്തിനായിട്ട് പരിശ്രമിക്കുക. മരുന്നും ഡോക്ടറും ആശുപത്രിയുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് അതുപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ എല്ലാ വൈദ്യശാസ്ത്രത്തിനും അപ്പുറമായിട്ട്
ഒരിക്കലും ഭേദമാകാത്ത രോഗങ്ങൾ അനവധിയുണ്ട്. ഈ രോഗങ്ങളെല്ലാം അത്ഭുതകരമായിരിക്കുന്ന രോഗശാന്തിയിലൂടെ പലപ്പോഴും ആശ്വാസം കണ്ടെത്തുവാനായിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ ആശ്വാസം നേടിയെടുക്കുവാൻ ഒരു പ്രത്യേകമായിരിക്കുന്ന വരമോ കഴിവോ ഭക്തിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. നാം യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക എന്നുള്ളത് മാത്രമാണ് ആവശ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി നാം കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക. നോക്കുക, ഈ ലോകത്തിൽ വന്ന കർത്താവ് ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളെയും തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. അധ്വാനിക്കുന്ന ക്രിസ്ത്യാനികളെ, ഭാരം ചുമക്കുന്ന ക്രിസ്ത്യാനികളെ എന്നല്ല യേശു വിളിക്കുന്നത്. വിശ്വാസികളെയും വിശുദ്ധന്മാരെയും അല്ല യേശു വിളിക്കുന്നത്. ഈ ലോകത്തിൽ ഭാരപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ പഴയകാല ചരിത്രം എന്താണ് എന്ന് ചികഞ്ഞു നോക്കാതെ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവർ വേദന അനുഭവിക്കുമ്പോൾ ആശ്വാസത്തിനായിട്ട് കർത്താവ് അവരെ മാടി വിളിക്കുകയാണ്. പാപത്തിൽ വഴുതി വീണു പോകുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പാപം നമ്മെ ചുറ്റുനിന്ന് മാടി വിളിക്കുന്നുണ്ട്. പ്രലോഭനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ പോലും താൽക്കാലികമായിരിക്കുന്ന ലാഭങ്ങൾക്ക് വേണ്ടിയും നൈമിഷികങ്ങളായിരിക്കുന്ന സുഖങ്ങൾക്ക് വേണ്ടിയും നമ്മെ മാടി വിളിച്ച് പാപത്തിലേക്ക് തള്ളിവിടുന്ന ചിത്രം സൂസന്റെ കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്ര അത്ഭുതകരമായിട്ടാണ് സൂസൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നോർക്കുക. പാപത്തിൽ വീണുപോകാതിരിക്കുവാനായിട്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വീണുപോകാതിരിക്കുവാൻ നമ്മുടെ കഴിവുകൾ കൊണ്ടൊരിക്കലും സാധ്യമല്ല. നമ്മുടെ വീഴാതെ നിർത്തുന്നത് യേശുവിൻ്റെ കൃപയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് അടുത്തു വരിക. വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള വഴികളെ കർത്താവ് നമുക്ക് കാണിച്ചു തരും. വിശുദ്ധിയിൽ വളരുവാനായിട്ടുള്ള കൃപകളെ കർത്താവ് നമുക്ക് തരും. അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെ ഒരു വിശുദ്ധ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും അത്ഭുതകരമായിരിക്കുന്ന രോഗശാന്തി പ്രാപിച്ച് ആശ്വാസം കണ്ടെത്തി സമാധാനത്തോടുകൂടി ജീവിക്കുവാനും നമുക്ക് ജീവിതത്തിൽ അവസരം ലഭിക്കും. ഇന്നും നിരാശയിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കിതാ ഒരു അവസരം കൂടെ ലഭിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വന്ന് ഈ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് ആ ഒരു പരീക്ഷണം കൂടെ നിങ്ങൾ നടത്തി നോക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ വിലാസം: ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം, 126 അന്ധേരി